വെൽക്കം ടു ലോക്വസ്റ്റ്. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫോൺ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് കേസിന്റെ തെളിവിനായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണോ? അല്ല എന്ന് സുപ്രീം കോർട്ട് 2025 ഒരു ജഡ്ജ്മെന്റിലൂടെ തെളിയിച്ചു. വിബർഗാർഡ് വേഴ്സസ് നെഹാൻ 2025. സുപ്രീം കോർട്ട് സുപ്രധാനമായ ഈ വിധി ഈ കേസിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു സിവിൽ അപ്പീലാണ്. ഇത് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ ജഡ്ജ്മെന്റിലാണ്. ഇതിൽ അപ്പലന്റെ ഹസ്ബൻഡും റെസ്പോണ്ടന്റ് വൈഫുമാണ്. ഇവരുടെ വിവാഹം നടന്ന് ഒരു കുട്ടി ജനിച്ചു. പിന്നീട് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേ ഫയൽ എ ഡിവോഴ്സ് പെറ്റീഷൻ ബിഫോർ ഫാമിലി കോർട്ട്. കേസിന്റെ തെളിവിന്റെ സമയത്ത് ഹസ്ബൻഡ് ചീഫ് അഫിഡാവിറ്റ് വഴിയാണ് ഫയൽ ചെയ്തത്. അതിനുശേഷം ഒരു സപ്ലിമെന്ററി അഫിഡാവിറ്റ് ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു. മെമ്മറി കാർഡ്, ചിപ്പ് ഓഫ് മൊബൈൽ ഫോൺ, കോമ്പാക്ട് ഡിസ്ക്, കോൺവെർസേഷൻ റെക്കോർഡർ ഓൺ മൊബൈൽ ഫോൺ എന്നിവ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു സപ്ലിമെന്ററി അഫിഡാവിറ്റിന് പെർമിഷൻ ചോദിച്ചത്. എന്നാൽ ചീഫ് എക്സാമിനേഷൻ കഴിഞ്ഞതാണ്, അതിൽ ഇത്തരം എക്സിബിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതിനാൽ റെസ്പോണ്ടന്റ് ഇതിനെ ഒബ്ജക്ട് ചെയ്തു. എന്നാൽ കേസിന്റെ തീർപ്പ് കൽപ്പിക്കുന്നതിന് കോൺവെർസേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ടേപ്പ് റെക്കോർഡിംഗ് അഡ്മിസിബിലിറ്റി ഉണ്ടെന്ന് ഫാമിലി കോർട്ട് കണ്ടെത്തി. ഇതിൽ റെസ്പോണ്ടന്റ് ഹൈക്കോർട്ടിൽ ഒരു റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഹൈക്കോർട്ട് ഫാമിലി കോർട്ടിന്റെ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തു. ഇത് ക്ലിയർ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് റൈറ്റ് ടു പ്രൈവസി ഓഫ് വൈഫ് ആണെന്ന് ഹൈക്കോർട്ട് കണ്ടെത്തി. Recording of any such conversation without the knowledge of other partner would amount to violation of the right to privacy എന്ന് ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ് വന്നു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹസ്ബൻഡ് സുപ്രീം കോർട്ടിൽ സിവിൽ അപ്പീൽ പോയത്. സീക്രട്ട്ലി റെക്കോർഡഡ് ഫോൺ കോൺവെർസേഷൻ ഒരു ഡിവോഴ്സ് കേസിന്റെ തെളിവിൽ സ്വീകരിക്കാമെന്ന് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ വിധിച്ചു. സെക്ഷൻ 122 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോൺവെർസേഷൻ പുറത്ത് പറയാൻ പാടില്ല. എന്നാൽ അതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൂട്ട് അഥവാ കേസുകളിലോ അല്ലെങ്കിൽ ഇവരിൽ ഒരാൾക്കെതിരെ ക്രൈം കമ്മിറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ സീക്രട്ട് കോൺവെർസേഷൻ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാം. ഇതൊരിക്കലും പ്രൈവസി വയലേഷൻ അല്ല എന്ന് ഈ വിധിയിൽ പ്രസ്താവിച്ചു. Keep watching, keep learning the law with us. Thank you.